കോക്ടെയിൽ മൂവിയിൽ വരുന്ന ഈ സീൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, ഇറ്റ്സ് ബോറോ മാർക്കറ്റ്. ലണ്ടൻ ബ്രിഡ്ജിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഇത് വരുന്നത്. ഞങ്ങൾ ഇന്നത്തെ പോക്ക് അങ്ങോട്ടാണേ. നല്ല ഫുഡ് അടിക്കണം, അത് മാത്രമാണ് ഇന്നത്തെ ലക്ഷ്യം. ഇതാണ് കേട്ടോ എൻട്രൻസ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഫുൾ ഓഫ് ബേക്കറീസ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്ത പലതരം ഐറ്റംസ്. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇതായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ ഫേമസ് ആൻഡ് വൈറൽ ഐറ്റം ആണ്. വൈൽഡ് മഷ്റൂം റെസീറ്റോ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചീസും മഷ്റൂം ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് അടിപൊളി ഐറ്റം. ഞങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തു. അത് വലിയൊരു ബൗളുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. ഇതത്ര അൺഹെൽത്തി ഫുഡൊന്നും അല്ല കേട്ടോ. കാരണം 15 വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംഭവം അടിപൊളിയായിരുന്നു. ഇതൊന്നുമല്ല, അവിടെ സെർവ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണ്. അവരത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ അടിപൊളിയാ. അവിടെ സെർവ് ചെയ്യാൻ നിൽക്കുന്ന ചേട്ടന്മാരാണെങ്കിലോ അതിലും അടിപൊളി. UK വന്നിട്ട് ഇത്രയും നാളായെങ്കിലും ഫോർ സം റീസൺ ഞാൻ ഇതുവരെ ബോറോ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് ആണെങ്കിലോ കുറെ വട്ടം അവിടെ പോയിട്ടുമുണ്ട്. നെക്സ്റ്റ് സ്റ്റോപ്പ്, അടുത്ത സ്റ്റോപ്പ് ഓയിസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇതിനെക്കുറിച്ച് പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, പച്ച ഓയിസ്റ്റർ കഴിക്കുന്ന പരിപാടി. അതെ, സത്യത്തിൽ ഇതൊരു പച്ചയിറച്ചിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് സോ ഗുഡ്. ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോൾ വിസ്റ്റിബിൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇത് രണ്ടുപേരും കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ആ ഒരു ഇംപ്രഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ട്രൈ ചെയ്തതെങ്കിലും ഇത് അത്ര പോരായിരുന്നു. പക്ഷേ കൊള്ളാം. ആൻഡ് ഹിയർ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഹർ. ഇതെന്റെ കൂട്ടുകാരിയാ. പക്ഷേ കൈൻഡ് ഓഫ് ഹോം എന്നൊക്കെ പറയാം. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമ്പോൾ വേറൊരു രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഇസ് ലൈക്ക് ആക്ച്വലി എ ഹോം. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഷീ ഈസ് മൈ എമർജൻസി കോൺടാക്ട് ആൻഡ് ഐ എം ഹേഴ്സ്. അതൊരു നല്ല കാര്യമാണ് കേട്ടോ, നമുക്ക് വേറൊരു രാജ്യത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു എമർജൻസി കോൺടാക്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ദ തേർഡ് സ്റ്റോപ്പ്. ഈ സാധനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ലണ്ടനിൽ വന്നിട്ട് ട്രൈ ചെയ്യാത്തൊരു വളരെ ചുരുക്കമായിരിക്കും. നല്ല ഫ്രഷ് സ്ട്രോബെറീസിന്റെ മുകളിൽ ചോക്ലേറ്റ് ഉരുക്കി ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ കൈ കിട്ടുമ്പോഴത്തേക്ക് ആ ചോക്ലേറ്റ് പിന്നെ ഉറച്ചിട്ടുണ്ടാവും. ദിസ് വാസ് നോട്ട് ആക്ച്വലി നത്തിങ് ന്യൂ. ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഇത് രണ്ടുപേരും ഓരോ കപ്പ് മേടിച്ച് ഫിനിഷ് ചെയ്തു കേട്ടോ. ഞങ്ങളൊരു സീ ഫുഡ് ബൗളും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിന്റെ കൂടുതൽ വീഡിയോസ് എടുക്കാൻ ഞാൻ വിട്ടുപോയി. എനിക്ക് എന്താണെന്നറിയില്ല, ദ എൻഡ് ഓഫ് ദി ഡേ എനിക്കൊരു ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ഇന്ത്യൻ സ്റ്റോൾ കണ്ടുപിടിച്ച് അവിടുന്ന് നല്ലൊരു അടിപൊളി മസാല ചായയും കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മൾ മനുഷ്യരെന്തോറും സിമ്പിളല്ലേ, ചെറിയ കാര്യങ്ങൾ മതി നമുക്കൊക്കെ ഹാപ്പി ആവാൻ. ഞങ്ങളെ ഒന്ന് നോക്കിക്കേ, അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് ഷെഡ്യൂൾസിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ ദിവസം കണ്ടുപിടിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകും, കുറച്ചു നേരം ഇരിക്കും, വല്ലതുമൊക്കെ കഴിക്കും. ആൻഡ് വി സ്പെൻഡ് ടൈം ടുഗെദർ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു ഓഫ് വരുന്നോടം വരെ സ്പെൻഡ് ചെയ്യാനുള്ള എനർജി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇത്രയും ചെറിയ കാര്യങ്ങളിലൊക്കെ മനുഷ്യന്മാർക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ള റിയലൈസേഷൻസ് ഒക്കെ എനിക്ക് ഇവിടെ വന്നപ്പോഴാട്ടോ വന്നത്. ആക്ച്വലി ലണ്ടനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വേറൊരു കാഴ്ചയാണ്, ആളുകളൊക്കെ എപ്പോഴും ഓട്ടപ്പാച്ചിലാണ്. ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാരും എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാ. ഒരു തരത്തിൽ ആലോചിച്ചാൽ നമ്മളും ഓട്ടം തന്നെയാണ് കേട്ടോ. പക്ഷേ മാക്സിമം ചെറിയ മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ നോക്കുക, കാരണം അതേ ഉള്ളൂ ലൈഫിൽ. പിന്നെ ഇവിടെ സ്പ്രിംഗ് ആയിരുന്നു കേട്ടോ. സ്പ്രിംഗ് ആയിട്ടും ഇപ്രാവശ്യം ഫ്ലവേഴ്സും ബ്ലൂംസും ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് കിട്ടുന്ന ചെടിയുടെ ഒക്കെ ചോട്ടിൽ പോയി നിന്ന് പോസ് ചെയ്യൽ. ഞങ്ങൾ ആക്ച്വലി കുറേ അവേഴ്സ് ആ ഒരു മാർക്കറ്റിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അതിന്റെ ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മെയിൻ ലണ്ടനിൽ കൂടെ ഫോണും പിടിച്ചുകൊണ്ട് നടക്കാന്ന് പറയുന്ന അത്രയും റിസ്ക് വേറൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് വട്ടം ലണ്ടനിൽ കൂടെ ഇങ്ങനെ തെണ്ടിയിട്ടുണ്ടെങ്കിലും ഓരോ വട്ടവും പോകുമ്പോഴും സംതിങ് ന്യൂ നമുക്ക് അവിടെ കിട്ടും കേട്ടോ. പണ്ടാരോ പറഞ്ഞതുപോലെ ദിസ് സിറ്റി ഹാസ് സംതിങ് മാജിക്കൽ. ഇവരുടെ മ്യൂസിക് എനിക്ക് നിങ്ങളെ കേൾപ്പിച്ചു തരണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് അടിച്ചാലൊന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. ആസ് എ ബിഗിനർ എൻ്റെ എഡിറ്റിംഗിലും വോയിസ് ഓവറിലൊക്കെ കുറേ മിസ്റ്റേക്സ് കാണും. I'll try to improve them next time, okay? ഞങ്ങൾ തിരിച്ചു പോവാൻ കേട്ടോ. എൻ്റെ മുഖം കാര്യമാക്കണ്ട. നാളെ തൊട്ട് പണിക്ക് പോകണല്ലോ, ഇന്നത്തെ ദിവസം ഇവിടെ എൻ്റെ ആവുകയാണല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമാണ്. അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞു ദിവസം. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയും പുതിയൊരു കുഞ്ഞു വ്ളോഗുമായിട്ട് പിന്നെയും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.